140 കോടി അജഗണത്തെ സ്വർഗയാത്രയിൽ നയിക്കാൻ ഇനി വിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തിൽ ലയോ 14 പാപ്പ. അമേരിക്കൻ കർദിനാൾ 69-കാരനായ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രെവോസ്റ്റാണ് സഭയുടെ പുതിയ അമരക്കാരനായി നിയോഗം ലഭിച്ചിരിക്കുന്നത്. 1955 സെപ്റ്റംബർ 14-നാണ് ജനിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് നടന്ന കോൺക്ലേവിൽ 2025 മെയ് 8-ന് കത്തോലിക്ക സഭയുടെ 267ാമത് തലവനായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2023 മുതൽ ബിഷപ്പുമാർക്കായുള്ള ഡിക്കാസ്ട്രിയുടെ പ്രീഫെക്റ്റായും ലാറ്റിൻ അമേരിക്കയ്ക്കുള്ള പൊന്തിഫിക്കൽ കമ്മീഷന്റെ പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചു. 2015 മുതൽ 2023 വരെ പെറുവിലെ ചിക്ലായോ ബിഷപ്പായും 2001 മുതൽ 2013 വരെ സെന്റ് അഗസ്റ്റീനിയൻ സഭയുടെ പ്രയർ ജനറലായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. പേപ്പൽ പദവിയിലെത്തുന്ന ആദ്യ അമേരിക്കക്കാരനാണ് ലയോ 14 പാപ്പ. 1985 മുതൽ 1986 വരെയും 1988 മുതൽ 1998 വരെയും പെറുവിൽ ഇടവക വികാരിയായും രൂപതാ സേവനം, സെമിനാരി അധ്യാപകൻ, അഡ്മിനിസ്ട്രേറ്റർ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചു. 2023 ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തെ കർദിനാളായി നിയമിച്ചു. 2023 ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തെ ബിഷപ്പുമാർക്കായുള്ള ഡിക്കാസ്ട്രിയുടെ പ്രിഫെക്റ്റായി നിയമിച്ചു. ആഗോളസഭ പ്രാർത്ഥനയോടെയും ആകാംക്ഷയോടെയും കാത്തിരുന്ന പുതിയ പാപ്പ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ലയോ 14 പാപ്പയ്ക്കായി കൃതജ്ഞതാ പ്രാർത്ഥനകൾ ഉയർത്തുകയാണ് ആഗോളസഭ.